കേപ്പിന് നമുക്ക് സ്വപ്നം കാണാൻ പോലും അർഹതയില്ലാത്തൊരു ബന്ധം. അദ്ദേഹം നോക്കിയതെന്താ ചെറുക്കനെ. ഇതൊക്കെ ഒരു യോഗാണ്. ശങ്കരപ്പിള്ള കണ്ടോ പെണ്ണിനെ? ഇല്ല, ജയം കണ്ടു, അവൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നാ പിന്നെ എന്താ ആലോചിക്കാനാ? ഇന്നേ കാലം പെണ്ണിന്റെയും ചെറുക്കന്റെ ഇഷ്ടാ പ്രധാനം. അതൊക്കെ ശരിയാ. എന്നാലും നമ്മൾ കാരണവന്മാരൊന്നും അവിടം വരെ ചെല്ലണമല്ലോ. എന്ത് ചെയ്യുമ്പോഴും അതിന്റെ വകുതിരിന് മര്യാദയ്ക്ക് വേണമെന്ന് എനിക്ക് നിർബന്ധം. അടുത്ത ആഴ്ച നമുക്ക് അവിടം വരെ ഒന്ന് പോകണം. നാരായണനാരും വരണം. ഓ, ഞാൻ വരാം. എന്താ തടസ്സം? എടാ, നീ ഇന്നലെ യൂണിയൻ മീറ്റിംഗിൽ പ്രസംഗിച്ചത് കലങ്ങി കലക്കി. പിന്നെ നിനക്ക് വല്ല രാഷ്ട്രീയത്തിന് പോയി ചേർന്നു വൃത്തിയായിട്ട വർത്തമാനം പറയുക. ഞാൻ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞവനാ. ഞാൻ ചുമ്മാ പറഞ്ഞു ശാന്ത വരുന്നു. പുഷ്പങ്കരൻ ചേട്ടൻ ഒന്ന് കാണണം. അയ്യോ, വീട്ടിൽ പോയല്ലോ. എന്താ കാര്യം? അത് അയാളോട് പറഞ്ഞോളാം. എന്റെ പൊന്നു ശാന്ത, കാര്യം ഉണ്ടോ തുറന്നു പറ. ഞാൻ വഴിയുണ്ടാക്കാവുന്നു. എന്റെ പുഷ്പാങ്കര, നിന്റെ അധോഗതി. നീ വഴിയാധാരം തന്നെ. ശങ്കരപിള്ളേ, ശങ്കരപിള്ളേ, ഒന്ന് നിന്നേ. ശങ്കരപിള്ള ഒന്ന് കാണാൻ വരുമായിരുന്നു. എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല. അന്ന് പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞില്ലേ? പോവാ. എനിക്കന്ന് ചെറിയൊരു അസൗകര്യം. ശങ്കരപിള്ള മറ്റൊന്നും വിചാരിക്കണ്ട. എനിക്കന്ന് വരാൻ പറ്റില്ല. എന്നെ കാക്കണ്ട. വരട്ടെ. അസൗകര്യമാണ് പോലും അവന്റെ അമ്മായിയമ്മയുടെ വീണം. എടാ, ഞാൻ എന്റെ കടമ നിർവഹിച്ചു എന്ന് മാത്രം. പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവന്മാരെല്ലാം പൊടി നുണയും പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കും. ഓരോരുത്തന്റെ അസൂയയും കുശുമ്പും. മറ്റുള്ളവനൊരു ഭാഗ്യം വരണമെന്ന് അറിയുമ്പോ അവന്റെയൊക്കെ മനസ്സിന് ചൊറിച്ചില്ല. ആര് കേൾക്കാനോ ഇതൊക്കെ പറയുന്നത്? ഇതൊക്കെ അതിന്റെ ആംഗ്ലയുടെ പണിയാ. എനിക്കറിയാം. അസൂയ. എനിക്ക് ഒരുത്തന്റെ സഹായം വേണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അടുപ്പ് തന്നെ തുടങ്ങി വേറെ തിരിച്ചില്ലേ.